പ്രണയമാണീ പ്രണയം. നിന്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ആദ്യം നിന്നെ എന്ത് ചെയ്തു? ആദ്യം എൻ്റെ ഭർത്താവ് ആദ്യം ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിനെ പറ്റി പറഞ്ഞാൽ പോരെ? ഫസ്റ്റ് നൈറ്റ് പറയട്ടെ. അങ്ങനെ ഞാനും ബിജോ ചേട്ടൻ്റെയും ഒരുപാട് കാത്ത് ഇരുന്നിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അതും വളരെ ചെറുപ്പത്തിൽ. ഞാനും കിളുന്ത്, ബിജോ ചേട്ടനും കിളുന്ത്. രണ്ടുപേർക്കും തൊട്ട ചോര ചീറ്റുന്ന പ്രായം. ആ പ്രായത്തിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ദിവസം ബിജോ ചേട്ടൻ എന്നെ ഒന്ന് നോക്കി, ഞാൻ ബിജോ ചേട്ടനെ നോക്കി. അങ്ങനെ രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച്, കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ കഴിച്ചത് ഐസ്ക്രീം, അതും കഴിച്ചു. അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ച് കൈയൊക്കെ കഴുകി ഞങ്ങൾ വൃത്തിയായി കുളിച്ച്. എന്നിട്ട് ഞാൻ സാരി എടുത്ത മുല്ലപ്പൂ ചൂടി. മുല്ലപ്പൂ ഒക്കെ ചൂടി. മറ്റേ അന്ന് കേട്ടോ, ആ ഒരു സമയത്താണേ, ചെറുപ്പത്തിലാണേ. എന്നിട്ട് മുല്ലപ്പൂ ചൂടി കുറേ ഓർണമെന്റ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇട്ടു. കയ്യിൽ നിറച്ച് വള. സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട് മൂടിയേക്കോ, സ്വർണ്ണം കാരണം ഒരുപാട് സ്വർണ്ണം ഉണ്ടായിരുന്നു എനിക്ക്. ഇതെല്ലാം ഇട്ടു. എന്നിട്ട് ഞാൻ നല്ല ചെമ്പകപ്പൂവിൻ്റെ സ്പ്രേ ഒക്കെ അടിച്ച് രാത്രി 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും ഞങ്ങളോട് വന്നു, നിങ്ങളൊന്ന് കിടന്നോ മക്കളെ എന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ അമ്മായിമാർ വന്നിട്ട് മേക്കപ്പ് ചെയ്തു. എന്നെ കാണത്തില്ല, മൊത്തം ഗോൾഡും പൂവും മാത്രം. ഓക്കെ, സാരി ആണെങ്കിൽ വെള്ള സെറ്റ് സാരി, ബിയോച്ചനാണെങ്കിൽ വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഇട്ടേക്കുന്നു. മൊത്തം വെള്ളമയം. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ എന്നോട് പറഞ്ഞു പാല് തരാമെന്ന് പറഞ്ഞു. അമ്മ പാലൊക്കെ കൈ തന്നിട്ട് ഒക്കെ കയറി പൊക്കോളം പറഞ്ഞു. പുറകെ ചേച്ചിമാരൊക്കെ വന്നു. എനിക്കങ്ങ് നാണം കൊണ്ട് ഞാൻ ഇങ്ങനെ കാലൊക്കെ വെച്ചു പാല് മേടിച്ചപ്പം. എന്നിട്ട് ഞാൻ നേരെ ആ റൂമിലേക്കും കയറി. അപ്പോൾ ബിജോച്ചേട്ടൻ അവിടെ കയ്യിൽ മുല്ലപ്പൊക്കെ ചുറ്റി ഇങ്ങനെ ഇരിക്കുമല്ലോ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ മണത്തോണ്ടൊക്കെ. എന്നിട്ട് ഞാൻ അവന് കയറി ചെന്നിട്ട് നാണിച്ചൊക്കെ ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്തുപടി പാലാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതേ ബിജോച്ചേട്ടാന്ന്. ശകലം കുടിച്ച് നോക്കിയപ്പോൾ മധുരമില്ല. വീണ്ടും ഞാൻ പുറത്തിറങ്ങി. ഞമ്മ മധുരമില്ലാത്ത പാല് വേണ്ട, കുറച്ച് മധുരം ഇടാൻ പറഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് നൈറ്റ് അല്ലേ, മധുരമൊക്കെ വേണ്ടേ? ലൈക്ക് അടിക്കണേ, അടി. സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടി. എന്നിട്ട് മധുരമൊക്കെ ഇട്ട് തന്നു. നല്ല മധുരമായി. മധുരം ഇട്ടപ്പോൾ എന്തായി, അത് അങ്ങോട്ട് കൂടിയും പോയി. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും മന്ദം അകത്ത് കയറി. വീണ്ടും അമ്മായിമാർ പുറകെ വന്നു. എന്നിട്ട് അകത്ത് കയറിക്കുമ്പോൾ വീണ്ടും ബിജോച്ചേട്ടൻ ഇതേ ഇരിക്കും ഇങ്ങനെ തന്നെ. എന്നിട്ട് അകത്ത് കയറി അത് കുടിച്ച് നോക്കി. ബിജോച്ചേട്ടൻ എന്നോട് പറയാം, ഒരു ചൂടില്ല, ചൂടാക്കിക്കൊണ്ട് പറയാം. ഞാൻ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ദേഷ്യപ്പെട്ട് വീണ്ടും ഇറങ്ങിപ്പോയി. വീണ്ടും ഈ പാല് തിളപ്പിച്ച് വീണ്ടും അത് ചൂടാക്കി. ചെറിയ ചൂടിൽ നല്ലപോലെ തിളച്ച് പോയായിരുന്നു. അതങ്ങോട്ട് ആറ്റി ഒരു മിടിമം ചൂട്, അതല്ലേ കുടിക്കുമ്പോൾ സുഖം, ചെറിയൊരു ചൂടൊക്കെ. എന്നിട്ട് അങ്ങനെ അകത്തോട്ട് കയറി വീണ്ടും ഇങ്ങനെ കാലൊക്കെ കാട്ടി വീണ്ടും ബിജോച്ചേട്ടൻ ഇരിക്കും. ഇത് കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി. എന്നിട്ട് ഇങ്ങനെ ബിജോച്ചേട്ടൻ ഇങ്ങനെ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന്. അത് കഴിഞ്ഞ് ബിജോച്ചേട്ടൻ ഇന്ന് വന്നാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പാല് കുടി എന്ന് പറഞ്ഞു. പാല് വേഗം തിളപ്പിക്കും, പാല് വേഗം കുടിക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് കുടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാനല്ലല്ലോ ആദ്യം കുടിക്കേണ്ടത്, നിങ്ങളല്ലേ കുടിക്കേണ്ടത് ചേട്ടാ എന്ന് പറഞ്ഞു. ചേട്ടായി നന്ന് വിളിച്ചോണ്ടിരുന്നത്, ചേട്ടായി എന്ന് പറഞ്ഞു. ഇപ്പോൾ ചേട്ടൻ വേണോ, എന്നാൽ സാറില്ല നീ കുടിക്കുക, എന്നിട്ട് ഞാൻ കുടിക്കുക, അത് വീണ്ടും നീ കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം ഞാൻ 2 സിപ്പ് എടുത്തു, പിന്നെ വീണ്ടും പുള്ളി 2 സിപ്പ് എടുത്തു, പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ 2 സിപ്പ് വേഗം പിന്നെ ഞാൻ മേടിച്ചിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് കുടിച്ചിട്ട് ഈ പാൽ അക്ഷയപാത്രം തീരുന്നില്ല. വയറങ്ങ് നിറഞ്ഞ് വയർ നിറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് നടക്കണ്ടേ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കുറച്ച് നടക്കണ്ടേ പുറത്തേക്ക്. എന്നാൽ ഞാൻ ആഗ്രഹം പറഞ്ഞു നമുക്കൊന്ന് നടക്കാം. അപ്പോൾ വിചാരിച്ചിട്ട് പറഞ്ഞു വേണ്ട, ഇന്ന് നമുക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യൻ എന്നെ നടക്കാനും സംബന്ധിച്ചില്ല, ഒന്നും നടക്കില്ല. എന്നോട് പറഞ്ഞു ഇന്ന് അത്ര ടയേർഡായതല്ലേ, ഒരു കാര്യം ചെയ്യും, നീ അങ്ങ് കിടന്ന് ഉറങ്ങ്, നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എന്നെ പാട്ടും പാടി കൊട്ടി പാട്ടും പാടി കെട്ടി ഉറക്കി, ചെക്കടത്തി ഉറക്കി. ഞാനാണെങ്കിൽ അങ്ങ് ഉറക്കത്തിൽ പറയോ, കല്യാണം കഴിക്കണം.